കഴിഞ്ഞ നമ്മളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ സിലബസിലുള്ള അഡോളസൻറ്റ് സൈക്കോളജി എന്നുള്ള ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതിലിട്ടിരിക്കുന്നത്. ആസ് പെർ ബ്രൂണർ, ദ ലേണർ ഇൻട്രാക്ട് ദ വേൾഡ് ബൈ. ലേണർ വേൾഡിനെ ഇൻട്രാക്ട് ചെയ്യുന്നത് എക്സ്പ്ലോറിങ് ഒബ്ജക്റ്റ്, മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്റ്റ്, പെർഫോമിങ് എക്സ്പെരിമെൻറ്റ്സ്, ആൾ ഓഫ് ദിസ്. ഇതിലപ്പോൾ ഏത് ഉത്തരം വരും? ഇതിലെല്ലാ ഓപ്ഷൻസും ശരിയാണ്. എക്സ്പ്ലോറിങ് ഒബ്ജക്റ്റിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, അതുപോലെ ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, എക്സ്പെരിമെൻറ്റ്സ് പെർഫോം ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിലെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക, ആൾ ഓഫ് ദീസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് എമംഗ് ദി ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു അഡോളസൻസ് ഈസ്. ബർത്ത് മുതൽ അഡോളസൻസ് സ്റ്റേജിൽ എത്തുന്നത് വരെയുള്ള ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇതിൽ കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ്, സെൻസറി ഇങ്ങനെ ഒക്കെ മിക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെൻസറി, കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ്. ആദ്യം സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ഗ്രഹിക്കുക, പിന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് സ്കില്ല് കുട്ടിയിൽ വരും. ഒരു അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടിക്ക് എന്തൊക്കെ തരം തിങ്കിങ് ആണ് പോസിബിൾ ആവുക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ അതിലൊരുപാട് ഓപ്ഷൻസ് നമുക്ക് തരും. ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് ഉണ്ടാവും, ഡിഡക്റ്റീവ് തിങ്കിങ് ഉണ്ടാവും, മെറ്റാകോഗ്നിഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടിക്ക് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് ഉണ്ട്. പിന്നെ വരുന്നത് ഡിഡക്റ്റീവ് തിങ്കിങ് ആണ്. എന്താണ് ഡിഡക്റ്റീവ് തിങ്കിങ്? ജനറൽ ടു സ്പെസിഫിക് ആണ് ഡിഡക്റ്റീവ്. അതായത് ഒരു കുട്ടിക്ക് എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പഠിക്കുന്നു. പിന്നെ വരുന്നത് മെറ്റാകോഗ്നിഷൻ ആണ്. അപ്പോൾ മെറ്റാകോഗ്നിഷൻ ഓപ്ഷനിൽ കണ്ടാലും അത് അഡോളസൻ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് എബൌട്ട് തിങ്കിങ് ആണ് മെറ്റാകോഗ്നിഷൻ. അഡോളസൻസ് അവരുടെ സ്വന്തം തോട്ട് പ്രോസസ്സിനെ അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് മെറ്റാകോഗ്നിഷൻ. ഇനി അഡോളസൻസ് പിയാഷയുടെ ഏത് സ്റ്റേജിലാണ് വരിക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ? അപ്പോൾ അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അഡോളസൻസിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ദ അഡിക്റ്റീവ് യൂസ് ഓഫ് ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസ് ബൈ അഡോളസൻസ് ഈസ് കോൾഡ്. ആൻസർ സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്. അപ്പോൾ ലീഗൽ ആൻഡ് ഇല്ലീഗൽ സബ്സ്റ്റൻസസിൻ്റെ യൂസ് അഡോളസൻസ് ഉപയോഗിക്കുന്നതിന് എന്താ പറയുക? സബ്സ്റ്റൻസ് അബ്യൂസ് എന്നാണ്. എ ഡെലിക്വൻ്റ് ചൈൽഡ് ഷോസ്. ഡെലിക്വൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിയായിട്ടുള്ള ഒരു കുട്ടി. അപ്പോൾ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വരും? ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. ലൈക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആണ് ആ കുട്ടി കാണിക്കുക. എ മൈനോർ ഹൂ കനോട്ട് ബി കൺട്രോൾഡ് ബൈ പാരൻ്റൽ ഓതോ കമ്മിറ്റ്സ് ആൻറ്റി സോഷ്യൽ ഓർ ക്രിമിനൽ ആക്ട് ആൻഡ് വയലൻസ് ഈസ് നോൺ ആസ്. ഇപ്പോൾ ഒരു കുട്ടീനെ പാരൻസ് ഒന്നും കൺട്രോൾ ചെയ്യാത്ത ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടി, അപ്പോൾ ആ കുട്ടി എന്താണ്? ആൻറ്റി സോഷ്യലായിട്ട് അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് വിളിക്കുന്ന പേര്? ആൻസർ വരുന്നത് ജുവനൈൽ ഡെലിക്വൻ്റ് ആണ്. അപ്പോൾ അത്തരം കുട്ടികളെ ജുവനൈൽ ഡെലിക്വൻ്റ് എന്നാണ് പറയുക. ഡെലിക്വൻറ്റിൻ്റെ മീനിങ് എന്താ? കുറ്റവാളി എന്നാണ്. പിന്നെ ഇതിൽ ഓപ്ഷനിൽ കാണുന്ന ട്രൂവൻ്റ് എന്നുള്ള വേർഡ് അതെന്താ നോക്കാം. A truant is a student who stays away from school without permission or a valid excuses. പിന്നെ ഓപ്ഷനിൽ കാണുന്നത് സോഷ്യലി ഡിപ്രൈവഡ് ആണ്. അപ്പോൾ സോഷ്യലി ഡിപ്രൈവഡ് എന്താ നോക്കാം. സോഷ്യലി ഡിപ്രൈവഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് എന്താണ് ഗവൺമെൻറ്റിൻ്റെ കാര്യമായിട്ടുള്ള ഇതുകളൊന്നും കിട്ടിയ ലോ പോവർട്ടി ലൈനിൻ്റെ താഴെ നിൽക്കുന്ന ആളുകൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ, എറിക്സൺസ് വ്യൂ പ്രൊക്ലൈം ദാറ്റ് ദ സെൻട്രൽ സൈക്കോളജിക്കൽ ചലഞ്ചസ് പെർട്ടൈനിങ് ടു അഡോളസൻസ്, അഡൾട്ട്ഹുഡ് ആൻഡ് മിഡിൽ ഏജ് റെസ്പെക്റ്റീവ്ലി ആർ. എറിക്സണിൻ്റെ വ്യൂവിൽ അഡോളസൻസും അഡൾട്ട്ഹുഡും മിഡിൽ ഏജും, അപ്പോൾ ഇതിലൊക്കെ വരുന്ന സെൻട്രൽ സൈക്കോളജിക്കൽ ചലഞ്ചുകൾ ഏതൊക്കെയാണ്?
അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ഐഡൻറ്റിറ്റി ഫോർമേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇൻറ്റിമസി കഴിഞ്ഞ് പിന്നെയാണ് ജനറേറ്റിവിറ്റി. മിഡിൽ ഏജിലുള്ള ഫീച്ചറാണ് ജനറേറ്റിവിറ്റി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരാം. ഐഡൻറ്റിറ്റി ഫോർമേഷൻ ഉണ്ടാവുന്നത് അഡോളസൻസിലല്ലേ, പിന്നെ ഇൻറ്റിമസി ഉണ്ടാവുന്നത് അഡൾട്ട്ഹുഡിലും. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, അപ്പോൾ ഇതിൽ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, ആദംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് അല്ലെ. ആദംസ് ആപ്പിൾ ആരിലാണ് ഡെവലപ്പ് ആവുക? ബോയ്സിലാണ് ഡെവലപ്പ് ആവുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ മെയിൽസ്. മെയിൽസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? ആദംസ് ആപ്പിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ ചെസ്റ്റ് ബിക്കംസ് ലാർജർ, ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് അല്ലെ, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഹിപ്സ് ബിക്കം വൈഡർ അല്ലെ, ഹിപ്സ് വൈഡർ ആവുന്നത് ഗേൾസിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് റിഗാർഡിംഗ് അഡോളസെൻ്റ് ഡെവലപ്മെൻറ്റ്. അഡോളസെൻ്റ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് പാരൻസ് അഡോളസൻസ് അവർ അഡൾട്ടായി എന്ന് അവർ മനസ്സിലാക്കണം അല്ലെ, അതറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയറും അവരുടെ സ്വഭാവങ്ങളൊക്കെ അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കണമെന്നാണ്. ഓപ്ഷൻ ബി, പാരൻസ് ഷുഡ് കൺട്രോൾ ദെയർ ചിൽഡ്രൻ ഇൻ എ സ്ട്രിക്റ്റ് വേ. സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത് സി ഓപ്ഷൻ, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ബ്ലെയിം അബൌട്ട് ദെയർ ബിഹേവിയറൽ ചേഞ്ചസ്. ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ ഏതാ വരിക? നമ്മൾ ആൻസർ വരുന്നത് പാരൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് അഡോളസൻസ് ആർ ബിക്കമിങ് അഡൾട്ട്, സെർട്ടൈൻ ബിഹേവിയർ ആർ നോർമൽ പാർട്ട് ഓഫ് ദെയർ ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് അതൊക്കെയെന്ന് പാരൻസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണ്. ദ കോമൺ ഈറ്റിംഗ് ഡിസോർഡർ അഫക്റ്റഡ് ബൈ അഡോളസെൻ്റ് ഫീമെയിൽ ഈസ്. അഡോളസെൻ്റ് ഫീമെയിലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ, കോമൺ ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഡിസോർഡർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് അനോറെക്സിയ നെർവോസ എന്നാണ്. അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പേഷ്യൻ്റ് എന്ത് ചെയ്യും, അവർക്ക് ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ കുറച്ച് മാത്രമേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. അവരെപ്പോഴും എന്താണ് ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ എപ്പോഴും അവർ അണ്ടർ വെയ്റ്റ് ആയിരിക്കും. പിന്നെ വെയിറ്റ് കൂടുമോ എന്നുള്ള ഒരു ഭയം അവരിലുണ്ടായിരിക്കും എപ്പോഴും. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള ടേമുകൾ കൂടി എന്താ നോക്കുക. ബുലീമിയ നെർവോസ അല്ലെ, ബുലീമിയ നെർവോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് എമൗണ്ട് ഫുഡ് കഴിക്കുന്നവരാണ് ബുലീമിയ നെർവോസ എന്ന് പറയുമ്പം. ഫുഡ് ദഹിക്കുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്യും, അടുത്ത ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഡിസോർഡറാണ് ബുലീമിയ നെർവോസ എന്നുള്ളത്. അപ്പോൾ രണ്ടും എന്താണ്, ഓപ്പോസിറ്റാണ്. അനോറെക്സിയ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാതെ, ബുലീമിയ എന്ന് പറയുമ്പോൾ ഫുഡ് ധാരാളമായിട്ട് കഴിക്കുക. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്, ബുലീമിയ നെർവോസ പോലെ തന്നെയാണ്, ധാരാളമായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ബുലീമിയ നെർവോസ് ഉള്ള ആൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ഛർദ്ദിച്ച് കളയും, അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്തിട്ട് അവരുടെ കലോറി മാക്സിമം അവർ കുറക്കാം. പക്ഷെ അവർക്ക് തിന്നും വേണം, എന്നാൽ കലോറി കളയും വേണം. അങ്ങനെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അവരൊന്നും ചെയ്യില്ല. കോമ്പൻസേറ്റ് ചെയ്യുന്ന പരിപാടി അവരിലില്ല.